ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചോറിനൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ എന്തുണ്ടാക്കും സിമ്പിളായിട്ട് നോക്കുമ്പോൾ ഇവിടെ തൈര് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു മോര് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ തേങ്ങയൊന്നും അരച്ച് വരേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഞാൻ എല്ലപ്പോൾ ഉണ്ടാക്കുന്ന ഒരു മോര് കറിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആദ്യം തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കുക. അപ്പോൾ തൈര് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ കുറച്ച് കട്ട പോലെ ഉണ്ടാവും. ഇതൊക്കെ മാറ്റണം. എത്ര തൈരെടുത്തോ അതേ അളവിൽ നമ്മൾ ഇതിലേക്ക് വെള്ളവും ആഡ് ചെയ്യണം. അപ്പോൾ ആവശ്യത്തിന് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ തൈര് നല്ല കട്ടിയുള്ള തൈരാണ്, അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്തിട്ടും കട്ട പോലെ ഉണ്ട്. ഇത് മാറ്റാനായി നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തൈരിലെ കട്ടയെല്ലാം മാറിയിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ മതി മോര് കറിക്ക്. അപ്പോൾ വെളുത്തുള്ളി, ചെറിയുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതാണ് മോര് കറിക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. തേങ്ങ അരച്ചില്ലാന്ന് വെച്ചാൽ മോര് കറീൻ്റെ ടേസ്റ്റ് ഒന്നും കുറയാൻ പോകുന്നില്ല, നല്ല ടേസ്റ്റാണ്. മോര് കറി ഉണ്ടാക്കുമ്പോൾ അലൂമിനിയം പാത്രം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഉലുവയും കടുകും കൂടി മിക്സായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. ഒരു 2 വറ്റൽമുളക് അല്ലെങ്കിൽ 2-3 വറ്റൽമുളക് നടുവേ മുറിച്ച് ചേർക്കാം. ഒരു 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും 4-5 വെളുത്തുള്ളിയും മാത്രം മതി. നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് മോര് കറീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. 8-9 ചെറിയുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആകുന്നതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടുത്തതായി 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് വെച്ച് തൈര് കൂടി ചേർക്കാം. തൈര് ചേർക്കുന്നതോടെ നമ്മുടെ മോര് കറിയുടെ എല്ലാ സ്റ്റെപ്പും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. തൈര് ചേർത്താൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിളക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് തിള വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. വേഗത്തിൽ നമുക്ക് വീട്ടിൽ വളരെ ടേസ്റ്റിയായി തന്നെ മോര് കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.